ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്ന വിഷയം എന്താന്ന് വെച്ചാല് ഞങ്ങൾക്കുമുണ്ട് സ്വപ്നങ്ങൾ. അപ്പം ഈ റിസേബിൾ ഉള്ള ആളുകൾക്ക് തൊഴിൽ ചെയ്യാൻ ഉള്ള അവസരങ്ങളുണ്ട്. ആ അവസരങ്ങൾ നിങ്ങൾ പരമാവധി പാരൻസ് ആയാലും സപ്പോർട്ട് ചെയ്യുക. അവർക്ക് സ്വയമായിട്ട് തൊഴിൽ ചെയ്യുമ്പോൾ അവരുടെ ടെൻഷനും കാര്യങ്ങളും ഒക്കെ കുറഞ്ഞു കിട്ടും. ടെൻഷനും കാര്യങ്ങളൊക്കെ കുറയും. അതിനുവേണ്ടി നമ്മൾ ഒരു ചെറിയ സംരംഭം തുടങ്ങിയിട്ടുണ്ട്. സ്വയമായിട്ട് തൊഴിൽ ചെയ്യാൻ അവസരം നമ്മളെ തേടി ആരും വരില്ല. അവസരങ്ങൾ നമ്മെ തേടി വരില്ല. നമ്മൾ അവസരങ്ങളെ തേടി പോവുകയാണ് ചെയ്യേണ്ടത്. പല കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ സാധിക്കും. ഇപ്പം നമ്മളെ കൊണ്ട് ചെയ്യാൻ സാധിക്കില്ല എന്ന് വിചാരിച്ച കാര്യങ്ങൾ പോലും നമ്മളെ കൊണ്ട് കഴിയും. അപ്പം തൊഴിൽ ചെയ്യാൻ അവർക്കും ആഗ്രഹങ്ങളില്ലേ? അവരൊരു ഡിസേബിൾ ഉള്ള ആളാണ് എന്ന് വിചാരിച്ച് 4 ചുമരുകൾക്കുള്ളിൽ ഒതുങ്ങി നിൽക്കേണ്ട ആളുകളല്ല ഇവർ. ഒതുങ്ങി നിൽക്കേണ്ട ആളുകളെ അല്ല. ഒരു ഡിസേബിൾ ഉള്ള ആളെ വെച്ച് നോക്കുമ്പോൾ എന്തൊക്കെ ആഗ്രഹങ്ങളുണ്ടാവും? സ്വയമായിട്ടൊന്ന് എഴുന്നേക്കാൻ പോലും പറ്റാത്ത ആളുകളുണ്ട്. അപ്പം അവരെ ഹാപ്പിയാക്കാൻ പറ്റിയ ഒരു സംരംഭമാണിത് ജീവിതത്തിൽ. അപ്പം ആ ഒരു ഇതിലേക്ക് വരുന്ന സമയത്ത് അവർക്ക് കിട്ടുന്ന ഒരു ഹാപ്പിനെസ്, ഞാൻ സ്വയമായിട്ട് എനിക്ക് ഒരു 10 രൂപ ഞാൻ സ്വയമായിട്ട് ഉണ്ടാക്കാൻ സാധിച്ചു കിട്ടിയാൽ അതിലേറെ സന്തോഷം അവർക്ക് വേറെ ഒന്നിനോടും ഉണ്ടാവില്ല. അവർക്ക് ഇപ്പം ഞാൻ ഉണ്ടാക്കിയതാണല്ലോ എന്നുള്ള ആ ഒരു സന്തോഷം അവരുടെ ഇതിലുണ്ടാവും. അത് കണ്ടിട്ട് പാരൻസായ നിങ്ങൾ സന്തോഷിക്കുന്നത് കാണുമ്പം അപ്പം അവർക്കും എന്നും രാവിലെ എഴുന്നേറ്റിട്ട് ആ വീൽ ചെയറിലിരുന്ന് വൈകുന്നേരം വരെ വീൽ ചെയറിലിരിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം അവർക്കൊരു എൻജോയ്മെൻറ്റ് ലൈഫ്. അപ്പോൾ അവരുടെ ടെൻഷനും കാര്യങ്ങളും ഒക്കെ മാറിക്കിട്ടും. അങ്ങനെയുള്ള ഒരു സംരംഭം നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. ഇങ്ങനെയുള്ള ആളുകളെ കണ്ടെത്താനാണ്. അവർക്ക് എന്താണോ സഹായം വേണ്ടത് അത് നമ്മൾ ചെയ്തു കൊടുക്കും. കാരണം അവർക്ക് സ്വയമായിട്ട് തൊഴിൽ, അവരിപ്പോൾ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്ന ആളുകളാണെങ്കിൽ അത് നമ്മൾ ചെയ്ത് കൊടുത്തിട്ട്, അവരിപ്പോൾ എന്തെങ്കിലും സാധനങ്ങൾ, ഡിസേബിൾഡായ ആളുകൾ എന്തെങ്കിലും സാധനങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിൽ, നിർമ്മിക്കുകയാണെങ്കിൽ അത് നമ്മൾ സെയിൽ ചെയ്ത് അതിൻ്റെ രീതികൾ നമ്മൾ ചെയ്തു കൊടുക്കും. അവർക്ക് എന്താണോ ആവശ്യങ്ങൾ അത് നമ്മൾ ചെയ്തു കൊടുത്ത് അവരെ ഹാപ്പിയാക്കിക്കൊണ്ട് അവർക്ക് എന്തുകൊണ്ട്. അപ്പം ഇങ്ങനെയുള്ള ആളുകൾ സമൂഹത്തിലേക്ക് ഇറങ്ങുന്ന സമയത്ത് ഒന്നാമത് നമ്മൾ ഈ ഡിസേബിളുള്ള ആളുകൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് എന്ന് സമൂഹം അറിഞ്ഞു വരുമ്പോഴാണ് പല കാര്യങ്ങളും എന്തുകൊണ്ട് ഡിസേബിളുള്ള ആളുകൾക്ക് ഇതൊക്കെ ചെയ്തുകൂടാ. അതിന് പാരൻസ് സപ്പോർട്ട് ചെയ്യണം. എല്ലാ പാരൻസുകളും ഇതിന് സപ്പോർട്ടായിട്ട് നിൽക്കുന്നില്ല. ഇനി സപ്പോർട്ട് ചെയ്യണം. സപ്പോർട്ട് ചെയ്തു വരുമ്പം അവരുടെ ജീവിതത്തിന് ഒരുപാട് മാറ്റങ്ങൾ അവരുടെ ജീവിതത്തിനുണ്ടാവും. നീ ഇപ്പം എഴുന്നേറ്റ് നടക്കില്ല, നീ ഇപ്പം എഴുന്നേറ്റ്
ഉഷാറാകൂല എന്ന് പറയുന്നതിന് പകരം ഒരു 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 എന്തെങ്കിലും ഒരു സാധനം അവർ നിർമ്മിച്ചു കഴിഞ്ഞാൽ ഇത് നല്ല രസമുണ്ടല്ലോ എന്ന് പറയുമ്പോൾ അവരുടെ മുഖം എല്ലാം തിളങ്ങും. അവരുടെ മുഖം നല്ലതാണ്. അതേപോലെ മുഖത്തിന് അവരുടെ ജീവിതത്തിൽ മുഖത്തിന് പ്രകാശമുണ്ടാക്കാൻ നിങ്ങൾ ഒരുക്കമാണെങ്കിൽ ഞങ്ങൾ ഒരു അവസരം നിങ്ങൾക്ക് തരാം. എന്താ പറയുക, താല്പര്യമുള്ളവർ ഈ വീഡിയോക്ക് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. കോണ്ടാക്ട് നമ്പറും ടൈപ്പ് ചെയ്തിടുക. എന്നിട്ട് നമ്മൾ വാട്സപ്പിൽ കോണ്ടാക്ട് ചെയ്യുന്നതായിരിക്കും. ബിസിനസ് ഡിസേബിൾഡായ ആളുകൾക്ക് തൊഴിൽ ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾ നമ്മൾക്ക് അതേപോലെ നമ്മൾ പഠിപ്പിച്ചും കൊടുക്കുന്നുണ്ട്. അവർക്ക് പഠിപ്പിച്ചും കൊടുക്കുന്നുണ്ട്. തുച്ഛമായ ഒരു എമൗണ്ടിൽ പഠിപ്പിച്ചും കൊടുക്കുന്നുണ്ട്. അത് എന്താ പറയുക, ജ്വല്ലറി നിർമ്മാണം. ഇപ്പോൾ പഠിക്കാൻ ഒരു 4 ചുമരുകൾക്കുള്ളിലിരുന്ന് പഠിക്കാൻ സാധിക്കാത്ത ഡിസേബിൾഡായ ആളുകളുണ്ടാവും. അവർക്കും കൂടി വേണ്ടിയിട്ട് അവർക്ക് പഠിക്കാനാണോ ജോലി ചെയ്യാനാണോ ആഗ്രഹം, എന്താണോ ആഗ്രഹം അത് നിറവേറ്റി കൊടുക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കും. അങ്ങനെ ആഗ്രഹമുള്ളവർ ഈ വീഡിയോക്ക് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. കുറഞ്ഞ ഫീസിൽ കുറഞ്ഞ ഒരു ഫീസ് വെച്ച് വെറും 500 രൂപ ഫീസ് വെച്ചിട്ട് നമ്മൾ പഠിപ്പിച്ച് കൊടുക്കും. വെറും 500 രൂപ ഫീസ് വെച്ചിട്ട് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കും. എന്തുകൊണ്ട് ഇങ്ങനെയുള്ള ആളുകൾക്ക് പല കാര്യങ്ങളും പഠിപ്പിക്കുന്നത് ലേഡീസിന് മാത്രമാണ്. അല്ലാത്തവർക്ക് നമ്മളുടെ കൂടെ വർക്ക് ചെയ്യാം. നല്ല രീതിയിൽ പഠിച്ച് ലേഡീസുകൾക്കെല്ലാം നല്ല രീതിയിൽ പഠിച്ച് ഉന്നത വിജയത്തിലേക്കെത്താൻ സ്വയമായിട്ട് വീട്ടിലിരുന്ന് വരുമാന മാർഗം കണ്ടെത്താനുള്ളൊരു വഴിയാണ് നിങ്ങൾക്ക് മുന്നിൽ നമ്മൾ തുറന്നു വച്ചിട്ടുള്ളത്. ഇതൊരിക്കലും വെറുതെ ആവില്ല. നിങ്ങൾക്കൊരു വരുമാന മാർഗം ഇതിലൂടെ എന്തായാലും കണ്ടെത്താൻ സാധിക്കും. അപ്പം ജോലി ചെയ്യാൻ താല്പര്യമുള്ള ഡിസേബിൾഡുള്ള ലേഡീസുകൾ കുറേ ആളുകളുണ്ടാവും. ഇപ്പം ഈ വീഡിയോ കാണുന്നവർ ഡിസേബിൾ അല്ലാത്തവരാണെങ്കിൽ അവർക്കൊന്ന് ഷെയർ ചെയ്ത് കഴിയുമ്പം നിങ്ങളുടെ ഒരു ഷെയർ കൊണ്ട് മറ്റുള്ളവരുടെ ജീവിതത്തിലെ അനുഗ്രഹമുണ്ടാവും. മറ്റുള്ളവരുടെ ജീവിതത്തിലെ ഡിസേബിൾഡായ കുട്ടികളുടെ മുന്നിലേക്ക്, വനിതകളുടെ മുന്നിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സംരംഭം നമ്മൾ ഇതിലേക്ക്. അവർക്ക് പഠിക്കാനാണ് ഈ തൊഴിൽ പഠിക്കാനാണ് ആഗ്രഹമെങ്കിൽ, ഒട്ടും അറിയാത്ത വ്യക്തികളാണെങ്കിൽ അത് പഠിക്കാനാണ് ആഗ്രഹമെങ്കിൽ അത് നമ്മൾ പഠിപ്പിച്ച് സർട്ടിഫിക്കറ്റോട് കൂടി പഠിപ്പിച്ച് ഇറക്കുന്നതായിരിക്കും. അത് നമ്മൾ ഒരിക്കലും നിങ്ങൾക്ക് ഈ 4 ചുമരുകൾ, ഇപ്പം ഈ വീഡിയോസ് കാണുന്ന ആളുകൾ ഡിസേബിൾ അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിലോ നിങ്ങളുടെ ഫ്രണ്ട്സിലോ ആരെങ്കിലും ഡിസേബിൾഡായ
ആളുകളുണ്ടെങ്കിൽ പഠിക്കാനും അതിനുള്ള അവസരങ്ങളും നമ്മൾ ഒരുക്കുന്നുണ്ട്. അപ്പം ഒന്നുകൊണ്ടും പേടിക്കണ്ട. നിങ്ങളും നിങ്ങളുടെ സ്വപ്നത്തിലേക്ക് ചിറകുകൾ വെക്കാൻ ഇറങ്ങിക്കോളും. ഒരു ലക്ഷ്യമുണ്ടെങ്കിൽ ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ നമ്മൾ പരമാവധി ശ്രമിക്കുക. പരിഹസിക്കുന്നവരുടെ പരിഹാസവാക്കുകൾ കേൾക്കാതിരിക്കുക. മുന്നോട്ട് ഉയർന്നുയർന്ന് വരിക. അപ്പം പഠിക്കാനാണ് ഈ ബിസിനസ് പഠിച്ച് നമ്മളുടെ സ്ഥാപനത്തിൽ തന്നെ നമ്മളുടെ കൂടെ തന്നെ വർക്ക് ചെയ്യാൻ സാധിക്കും. എനിക്കറിയില്ല എന്ന് പറഞ്ഞ് മാറി ഒട്ടും നിൽക്കരുത്. നമ്മളെക്കൊണ്ട് അതുകൊണ്ടാണ് നമ്മൾ അറിയില്ല എന്ന് പറയുമ്പോൾ, അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ഓപ്പർച്യൂണിറ്റി കൂടെ വെച്ചത്, ഇങ്ങനെ ഒരു സഹായം കൂടെ വെച്ചത്. ഇപ്പം ഇതിൽ അറിയുന്ന ആളുകളുണ്ടാവും, അറിയാത്ത ആളുകൾ ഉണ്ടാവും. ഇപ്പം അറിയാത്ത ആളുകളാണ് എന്ന് വിചാരിച്ച് ഈ വീഡിയോക്ക് കമൻറ്റ് തരാതിരിക്കുകയോ വീഡിയോയിൽ അഭിപ്രായം പറയാതിരിക്കുകയോ ചെയ്യരുത്. ഇത് റിസേബിൾ അല്ലാത്ത ആളുകളാണ് ഇത് കാണുന്നെങ്കിൽ റിസേബിളുള്ള ആളുകളിലേക്ക് ഇതെത്തിക്കാം. ഒരുപാട് ജനങ്ങളുണ്ട് സമൂഹത്തിൽ, ഒരു തൊഴിലും ചെയ്യാൻ കഴിയാത്തവരുണ്ട്, കഴിയുന്നവരുണ്ട്. അപ്പം എന്ത് തൊഴിലാണെങ്കിലും, ഇനിയിപ്പോൾ പഠിക്കാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ നമ്മളുടെ കൂടെ വർക്ക് ചെയ്ത് അവർ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ അവരെ നമ്മൾ പഠിപ്പിച്ച് നമ്മളുടെ കൂടെ തന്നെ വർക്ക് ചെയ്യാൻ നമ്മൾ ആക്കിത്തരും. അത് തീർച്ചയാണ്. അപ്പം നിങ്ങളൊന്നും ഇത് കണ്ടില്ല എന്ന് നോക്കരുത്. ഒരിക്കലും ഈ ഒരവസരം തട്ടിക്കളയരുത്. കാരണം വർക്ക് ചെയ്യാനും നമ്മളുടെ കൂടെ നമ്മൾ കൂട്ടും. അതിൻ്റെ കൂടെ അറിയാത്തവർ ഈ വീഡിയോയിൽ കമൻറ്റ് ചെയ്യാതിരിക്കരുത്. അറിയാത്തവർ ഈ വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യാതിരിക്കരുത്. അറിയാത്തവർ മാറി നിൽക്കാൻ പാടില്ല. നമ്മൾ പഠിപ്പിക്കും. അറിയാത്തവർ നമ്മൾ പഠിപ്പിച്ചാണ് ഈ ഇതിലേക്ക് ഇറക്കുന്നത്. അറിയുന്നവർ ഈ വീഡിയോക്ക് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അറിയാത്തവർ പഠിക്കാനുള്ള അവസരങ്ങൾ അതും നമ്മൾ ചെയ്തു തരും. താല്പര്യമുള്ളവർ ഈ വീഡിയോക്ക് താഴെ ഭിന്നശേഷി ഉള്ള ലേഡീസുകളും അവർക്ക് എന്താണോ തൊഴിൽ ചെയ്യാൻ ആഗ്രഹമുള്ളത്, അത് ഇനിയിപ്പോൾ പഠിക്കാൻ ഇനിയിപ്പോൾ തൊഴിൽ തന്നെ വേണ്ട, പഠിക്കാൻ ഇപ്പം ഭിന്നശേഷി കുട്ടികൾക്ക് എല്ലാവർക്കും പഠിക്കാൻ പറ്റിയെന്ന് വരില്ല. അപ്പം നമ്മളെ കൊണ്ട് അതും അവസരങ്ങൾ നമ്മളെ തേടി വരില്ല. നമ്മൾ അങ്ങടാ പോകേണ്ടത്. അവസരങ്ങൾ തേടി നമ്മളെ ഇങ്ങോട്ട് വരില്ല. അവസരങ്ങൾ നമ്മൾ അങ്ങോട്ട് തേടി പോവാം. പല കാര്യങ്ങളും. പിന്നെ നെഗറ്റീവ്സുകൾ കുറേ ഉണ്ടാവും. ആ നെഗറ്റീവ്സുകളെ പോസിറ്റീവിലേക്കാക്കി നിങ്ങളിപ്പോൾ ഒരു ജോലി ചെയ്യുകയാണെങ്കിൽ കുറേ നെഗറ്റീവ്സുകൾ നിങ്ങൾ കേൾക്കും. ഡിസേബിളാണ്, നിനക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുമോ, ഇങ്ങനെ. അപ്പം അത് മൈൻഡാക്കരുത്. അത് പാരൻസാണ് കേൾക്കുന്നെങ്കിൽ പാരൻസ് അത് നെവർ മൈൻഡിലേക്ക് കൊണ്ടുവരാം. എനിക്ക് വിജയിക്കാൻ പറ്റും, എനിക്ക് തൊഴിൽ ചെയ്തിട്ട് വിജയിക്കാൻ പറ്റും എന്നുള്ള ഒരു ആത്മവിശ്വാസം ആ വ്യക്തിയിലൂടെ ഉണ്ടാക്കി കൊണ്ടുവന്നാൽ
നമുക്ക് ഒരുപാട് ഇപ്പം ഈ അപ്പോൾ സ്വയമായിട്ട് തൊഴിൽ ചെയ്യാൻ താല്പര്യമുള്ളവർ ഈ വീഡിയോക്ക് താഴെ ഇപ്പോൾ ഭിന്നശേഷിയായൊരു കുട്ടി പഠിക്കാനാണ് കയ്യിൽ തൊഴിൽ പഠിക്കാനാണ് ആഗ്രഹമെങ്കിൽ അങ്ങനെ, ഇനിയിപ്പം ബാക്കിയുള്ള കാര്യങ്ങൾ പഠിക്കാനാണെങ്കിൽ അങ്ങനെ എന്തൊരു കാര്യത്തിനാണെങ്കിലും നമ്മൾ ഹെൽപ്പ് ചെയ്യും. നമ്മൾ അതിലാണ് ഈ ഒരു സ്ഥാപനം നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഇപ്പം പഠിക്കാനും എല്ലാത്തിനും താല്പര്യമുള്ള ആ വ്യക്തികൾ ഈ വീഡിയോക്ക് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. കോണ്ടാക്ട് നമ്പർ നൽകുക, എന്നാൽ നമ്മൾ കോണ്ടാക്ട് ചെയ്യും. ഈ വീഡിയോക്ക് താഴെ ഒന്ന് കമൻറ്റ് താല്പര്യമുള്ളവർ ഈ വീഡിയോക്ക് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. ജോലി ചെയ്യാൻ താല്പര്യമാണെങ്കിൽ അങ്ങനെ, പഠിക്കാനാണ് താല്പര്യമാണെങ്കിൽ അങ്ങനെ, കുറഞ്ഞ ചിലവിൽ നമ്മൾ തൊഴിൽ പഠിപ്പിച്ച് നമ്മളെവിടെയും വർക്ക് ചെയ്യേണ്ട, നമ്മളെ ഇതിൽ തന്നെ നമുക്ക് വർക്ക് ചെയ്യാൻ സാധിക്കും. അപ്പം ഒന്നിനും മടിച്ച് നമ്മളെ എന്താ പറയുക, ഒന്നിനും മടിച്ച് നിൽക്കാതെ മുന്നോട്ട് ചുവടുകൾ വെക്കുക. മുന്നോട്ട് വെക്കുന്ന സമയത്ത് ജീവിതത്തിൽ ഒരുപാട്, അപ്പം നിങ്ങളെ അതിൻ്റെ മുമ്പ് കുറേ ആളുകൾ പരിഹസിച്ചിട്ടുണ്ടാവും, കുറേ ആളുകൾ കുറ്റപ്പെടുത്തിയിട്ടുണ്ടാവും. അതൊക്കെ നിങ്ങൾ അതൊക്കെ പോസിറ്റീവിലേക്ക് കൊണ്ടുവരിക. ജീവിതത്തിൽ പല പരാജയത്തിലും നിങ്ങൾ പെട്ടിട്ടുണ്ടാവും. അതൊന്നും മൈൻഡാക്കാതെ നിങ്ങൾക്ക് ഒരു ലക്ഷ്യമുണ്ടാവും ജീവിതത്തിൽ. ആ ലക്ഷ്യത്തിന് വേണ്ടി പരിശ്രമിക്കുക. ആ ലക്ഷ്യം പൂർത്തിയാവുന്നത് വരെ തുഴഞ്ഞുകൊണ്ടേയിരിക്കുക. അപ്പം ഈ വീഡിയോക്ക് താഴെ ഞാൻ പറഞ്ഞതുപോലെ ഈ വീഡിയോക്ക് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. എല്ലാ വിഷയങ്ങളും എല്ലാ കാര്യങ്ങളും എല്ലാം ചെയ്യുക. എങ്ങനെയാണോ നിങ്ങൾക്ക് തൊഴിൽ ചെയ്യാൻ അവസരങ്ങൾ, അതൊന്നും വെറുതെ ആക്കരുത്. ഇവിടെ ഉണ്ട്, കയ്യെത്തും ദൂരത്തുണ്ട് ഞങ്ങൾ, കയ്യെത്താ ദൂരത്ത് ഉണ്ട്. അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾ നിരാശരാകരുത്. അപ്പം താല്പര്യമുള്ളവർ ഈ വീഡിയോക്ക് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുകയും നിങ്ങളെ കോണ്ടാക്ട് നമ്പർ നമ്മൾക്ക് നൽകുകയും ചെയ്താൽ നമ്മൾ എന്ത് സഹായം, ജോലിയും പഠനവും എന്ത് സഹായമാണെങ്കിലും നമ്മൾ ചെയ്തു തരുന്നതായിരിക്കും. ഇപ്പം നമ്മളെ ഈ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യാനാണ് നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ അങ്ങനെ, അല്ലാന്നുണ്ടെങ്കിൽ പഠിക്കാനാണ് താല്പര്യമെങ്കിൽ അങ്ങനെ. ഇനി കൂടുതൽ ഡീറ്റെയിൽസുകൾ അറിയണമെങ്കിൽ ഈ വീഡിയോക്ക് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. കോണ്ടാക്ട് നമ്പറും കാര്യങ്ങളും ഈ വീഡിയോക്ക് താഴെ വന്ന് നൽകുക. ഓക്കെ. അപ്പം ഒരിക്കലും മടിച്ചു നിൽക്കരുത്. സമൂഹത്തിൻ്റെ മുന്നിലേക്ക് ഞങ്ങൾക്കും കഴിയും എന്ന് പറഞ്ഞ് സമൂഹത്തിൻ്റെ മുന്നിലേക്ക് ഇറങ്ങി വരുമ്പോഴാണ് ഈ സമൂഹം നമ്മെ അറിഞ്ഞു വരിക. അല്ലാതെ ഞാൻ ഒരു ഡിസേബിളുള്ള ഒരാളാണ്, എനിക്കൊന്നിനും കഴിയില്ലല്ലോ എന്ന് പറഞ്ഞ് സമൂഹത്തിൻ്റെ മുന്നിലേക്ക് ഇറങ്ങാതിരിക്കുകയല്ല ചെയ്യേണ്ടത്. സമൂഹത്തിലേക്ക് ഇറങ്ങി നിങ്ങളെ പരിഹസിച്ചവരൊക്കെ നിങ്ങൾ തിരുത്തി പറയാൻ സാധിക്കണം. അവർ ബോൾഡാണ്, ഞങ്ങൾ വിചാരിച്ച പോലെയൊന്നുമല്ല എന്ന് അവരെ കൊണ്ട് പറയിപ്പിക്കാൻ നമുക്ക് സാധിക്കണം. ഓക്കെ. അപ്പോൾ നമ്മൾക്കും കഴിയും, സ്വപ്നം നമ്മൾക്കുമുണ്ട്. ഓക്കെ.